ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 10 ആയ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ബാക്കി ഭാഗം നമുക്കിന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അന്തരീക്ഷ ഘടന. ഓക്കെ, എന്താണ് അന്തരീക്ഷ ഘടന എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഹോമോസ്ഫിയർ. എന്താണ്? ഹോമോസ്ഫിയർ. അപ്പൊ എന്താണ് ഹോമോസ്ഫിയർ? ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന നടക്കുന്നത് ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? ഹോമോസ്ഫിയർ. മറക്കരുത്, ഓർത്തു വെക്കുക. അപ്പൊ അതാണ് ഹോമോസ്ഫിയർ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപമില്ല. അതിനാൽ 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ. എന്താണ്? ഹെറ്ററോസ്ഫിയർ. അപ്പൊ എന്താണ്? 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ. ഓക്കെ, അത് ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് ഹെറ്ററോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു, അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, അന്തരീക്ഷ മണ്ഡലത്തെ വിവിധ തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? അതാ ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അപ്പോ എന്തൊക്കെയാണ്? അതായത് വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഓക്കെ, ഇത് ഉറപ്പായിട്ടും ഈ ഒരു സെക്ഷൻ നിങ്ങൾ നല്ല പോലെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നല്ല പോലെ നോക്കി വെക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ? അതായത് ഭൂമിയോട് ഏറ്റവും ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലത്തെ, അതായത് ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരം വരും. അതുപോലെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞാണ് വരുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ഇത് നല്ല പോലെ നിങ്ങൾ എന്താണ് ട്രോപ്പോസ്ഫിയർ എന്ന് നോക്കണം. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഇത് ഓർത്തു വെക്കുക. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. അടുത്തത്
അടുത്ത് നമുക്ക് നോക്കാം സംക്രമണ മേഖലകൾ എന്താണ് സംക്രമണ മേഖലകൾ. അതായത് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെ ആണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? സംക്രമണ മേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായി യഥാക്രമം എന്തുണ്ട്? ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നീ സംക്രമണ മേഖലകൾ ഉണ്ട്. അപ്പൊ സംക്രമണ മേഖലകൾ ഏതൊക്കെയാണ്? ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ് ആൻഡ് മിസോപാസ്. അപ്പൊ അതെവിടെയാണ്? അതായത് നമ്മൾ പഠിച്ചു, അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇങ്ങനെയാണ് അന്തരീക്ഷ മണ്ഡലത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ മണ്ഡലങ്ങൾക്കിടയിലായി യഥാക്രമം സ്ഥിതി ചെയ്യുന്ന, ചിലപ്പോൾ മണ്ഡലങ്ങൾക്കിടയിലായി, അതായത് മിസോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ട്രോപ്പോപാസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനും ലിത്തോസ്ഫിയറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? മിസോപാസ്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ നോക്കിയില്ലേ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ്, ഇവിടെ നോക്കി, ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഗ്രാഫ് മോഡലിൽ കൊടുത്തിരിക്കുന്നതിൽ താപനില ഇത് നോക്കി, ഓരോന്നിന്റെ താപനിലയും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചു, അന്തരീക്ഷ മണ്ഡലത്തെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ തന്നെ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളാണ്, അതായത് ഇതാണ് ട്രോപ്പോപാസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തെയാണ് ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയ്ക്കുള്ള ഭാഗത്തെ സ്ട്രാറ്റോപാസ് എന്നറിയപ്പെടുന്നു. മിസോപാസിനും തെർമോസ്ഫിയറിനും ഇടയിലുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. തെർമോസ്ഫിയർ ആണ്, എനിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരുത്തുന്നു. സോറി, ക്ഷമിക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്താണ്? മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിൽ വരുന്നതാണ് മിസോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ വരുന്നത് ഏതാണ്? ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിൽ വരുന്നത് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിൽ വരുന്നത് ഏതാണ്? മിസോപാസ്. അതാണ് ഈ സംക്രമണ മേഖലകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് നല്ല പോലെ നിങ്ങൾ വായിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കുക, എന്താണ് ട്രോപ്പോപാസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ കാണപ്പെടുന്ന മണ്ഡലം ഏതാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിൽ വരുന്ന മണ്ഡലം ഏതാണ്? അങ്ങനെ ചോദിക്കാം. തെർമോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിൽ വരുന്ന മണ്ഡലം ഏതാണ്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ആ മേഖല നല്ല പോലെ നിങ്ങൾ വായിച്ച് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ എന്തോന്ന് വിളിക്കുന്നു? ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം, ചില ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെയുള്ള മൂന്നാർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് വളരെ കൂടുതലായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ്? കുറഞ്ഞ താപനിലയാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും തണുപ്പായിരിക്കുന്നത്. അടുത്ത് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതായത് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? അപ്പൊ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്താണ് പഠിച്ചത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറഞ്ഞത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? ട്രോപ്പോപാസ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് ചോദിച്ചാൽ എന്താണ്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് എന്തോന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഇത് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് തുടങ്ങുന്നു. ഇത് ഏത് ഭാഗമാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. മറക്കരുത്, സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ തന്നെ
സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ചെല്ലുന്തോറും ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ എന്ത് ചെയ്യും? മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ സമതാപ മേഖല എന്ന് പറയാൻ കാരണം? അതായത് താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ എന്ത് സംഭവിക്കില്ല? മാറ്റമൊന്നും അനുഭവപ്പെടില്ല. അതുകൊണ്ടാണ് ഈ മേഖലയെ സമതാപ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഓസോൺ പാളി എന്ത് ചെയ്യുന്നു? ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോ ഇതിനെ, ഈ അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലെത്താതെ എന്ത് നിയന്ത്രിക്കും? ആര്? ഇതിന് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി പറ്റും. അത് ഓർത്തു വെക്കുക. അടുത്തത്, തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം ഇതിന് നടപ്പാക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോ നല്ല തെളിഞ്ഞ അന്തരീക്ഷവും അതുപോലെ തന്നെ വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സുഗമമായി സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ട് കഴിയും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏതാണ്? ട്രോപ്പോപാസ് എന്ന് പഠിച്ചു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ അറിയപ്പെടുന്ന പേരാണ് ഏത്? സ്ട്രാറ്റോപാസ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ അറിയപ്പെടുന്ന പേരെന്ത്? സ്ട്രാറ്റോപാസ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗം നല്ല പോലെ വായിച്ചു വെക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, തിരിച്ചു മറിച്ചും ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം നല്ല പോലെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് എന്താണ് മിസോസ്ഫിയർ? മിസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് മിസോസ്ഫിയർ. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. മറ്റത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു. മിസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ എത്ര കിലോമീറ്റർ വരെ? 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് മിസോസ്ഫിയർ. അതുപോലെ തന്നെ ഇവിടെ ഉയരത്തിനനുസരിച്ച് എന്ത് ചെയ്യും? താപം കുറഞ്ഞു വരും. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിൽ അനുഭവപ്പെടുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മിസോപാസിൽ അനുഭവപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്തപോലെ തന്നെ ഉൽക്കകൾ മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്തിൽ കത്തി ചാരമാകാറുണ്ട്. അതും ഓർത്തു വെക്കുക. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ മിസോപാസ് എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ മുകളിൽ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്നറിയപ്പെടുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്തെന്നറിയപ്പെടുന്നു? മിസോപാസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മിസോപാസ് വരെ പഠിച്ചു. ഇനി അടുത്ത എന്താണ് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോസ്ഫിയർ ആണ്. അപ്പൊ നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു, മിസോസ്ഫിയർ പഠിച്ചു. അടുത്ത തെർമോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ. ഓർത്തു വെക്കുക, 80 മുതൽ 600 കിലോമീറ്റർ വരെയാണ്. ഓക്കെ, മറ്റത് മിസോസ്ഫിയർ ആകുമ്പോൾ എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഇവിടെ 80 മുതൽ 600 കിലോമീറ്റർ വരെയാണ്. പിന്നെ തെർമോസ്ഫിയറിൽ എപ്പോഴും എങ്ങനെയാണ്? താപനില ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? താപനില ഗണ്യമായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയാണ് അയണോസ്ഫിയർ. അതായത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് എന്തോന്നറിയപ്പെടുന്നത്? അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? അയണോസ്ഫിയർ. എന്താണ് അയണോസ്ഫിയർ? അയണോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അയണോസ്ഫിയറിലൂടെ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അയണോസ്ഫിയറിലൂടെയാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണമൊക്കെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത്. അപ്പോൾ വാട്ട് ഈസ് അയണോസ്ഫിയർ? അത് നമുക്ക് നോക്കാം. എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് അയോണീകരണം? അതായത്
അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ് രശ്മികൾ, അതുപോലെ തന്നെ എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളെ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ എന്ത് ചെയ്യുന്നു? അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. ഈ മണ്ഡലത്തെ അയോണിസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. അതായത് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മേഖല ഏതാണ്? അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഏതാണ്? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഓർത്തു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ല പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോന്നൊക്കെ പഠിച്ചു? ട്രോപ്പോസ്ഫിയർ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു, മിസോസ്ഫിയർ പഠിച്ചു, തെർമോസ്ഫിയർ പഠിച്ചു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അന്തരീക്ഷ സംരചന, വാതകങ്ങളെ കുറിച്ച് പഠിച്ചു, പൊടിപടലങ്ങൾ, ജലാംശം, അതുപോലെ തന്നെ ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം, അതുപോലെ തന്നെ അന്തരീക്ഷ ഘടനയെ എങ്ങനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4ആയിട്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അതിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു. മിസോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് മിസോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ തെർമോസ്ഫിയർ. ഇത് കൂടാതെ നമ്മളൊന്ന് പഠിച്ചു, ഏതാണ്? അയണോസ്ഫിയർ എന്തെന്ന് പഠിച്ചു. എന്താണ് അയണോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഏകദേശം അയണോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് പറയുന്നത് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അയണോസ്ഫിയർ. ഇത് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീ യു ടുമാറോ. ഓക്കെ, താങ്ക് യു.